വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, എല്ലാവർക്കും നമസ്കാരം. പുറത്ത് നല്ല മഴയാണല്ലേ. ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ വളരെ ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്. ഇവിടെ പഠിച്ച് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സ്കൂളിൻ്റെ തന്നെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത്ര കാലമൊന്നും ആയിട്ടില്ല, ഒരു 10-11 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ആ കാലത്തിൻ്റെ ഇടയ്ക്ക് ആദ്യം ഇങ്ങോട്ട് വന്ന് ഇതുപോലൊരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ച കണ്ണൂർ UP സ്കൂളിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പണ്ട് ഞാനിവിടെ 2006 1ാം ക്ലാസ്സിലേക്ക് വന്നതാണ് പറഞ്ഞത്. താഴത്തെ ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ. എന്താ പറയുക, അന്നൊക്കെ എന്നെ അമ്മയാണ് കൊണ്ടാക്കുന്നത്. നമ്മൾ സ്കൂൾ ബസ്സിന് വരും. പിന്നെ എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു ഇവിടെ, ചേച്ചിമാർ, അവരെന്നെ നോക്കുമായിരുന്നു. പിന്നെ ടീച്ചേഴ്സ്, ഇവരൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഉച്ചയ്ക്ക് അമ്മ വന്ന് നോക്കുമായിരുന്നു കുറച്ച് ദിവസങ്ങളൊക്കെ. പിന്നീട് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അമ്മ വരാനായി. ഇവരെന്നെ നോക്കും. ഇവിടെ എൻ്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ടീച്ചേഴ്സും പിന്നെ എൻ്റെ കസിൻസൊക്കെ ആയിരുന്നു. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പോയി, ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോയി. പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട്സിനായിരുന്നു. അപ്പോഴേക്കും അവർ എന്താ പറയുക, കുറച്ചുകൂടെ വലുതായി എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന രീതിക്കായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും എൻ്റെ സമ്പാദ്യം എന്ന് ഞാൻ കണക്കാക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. എനിക്ക് ഒരുപാട് നല്ല സുഹൃബന്ധങ്ങൾ കിട്ടിയത് ഇവിടെ നിന്നാണ്. നിങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്കും ഭാവി ഇതുപോലെ ഒരുപാട് നല്ല ബന്ധങ്ങൾ ഇവിടെ നിന്ന് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് ഞങ്ങൾ 2006 ആ കിട്ടിയ ഒരു ബന്ധം ഇന്നും ഈ 2024 ഇത്രയും 10-18 വർഷമായിട്ടും അവർ ഇന്നും എൻ്റെ കൂടെ തന്നെയുണ്ട്. എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവാറുണ്ട്. ആരും നാട്ടിലില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ വിളിക്കാതിരുന്നത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. കാരണം എൻ്റെ ഈ ഒരു വിജയത്തിന് കുറേയേറെ പങ്ക് അവർക്കും ഉണ്ട്. എന്ത് സംസാരിക്കുന്നത് എനിക്ക് അറിയില്ല. ഞാനിവിടെ പഠിച്ച് എന്താ പറയുക, ഇതിലോട്ട് സിവിൽ സർവീസ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാനുള്ള കാരണം തന്നെ നമ്മളെ അഗ്രഹമായി നമുക്ക് എല്ലാവർക്കും അറിയാം. സാറ് പണ്ട് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നീ ഇതിലോട്ട് വരണം, സിവിൽ സർവീസ് എടുക്കണം എന്നൊക്കെ പറയുമായിരുന്നു. സാറ് എന്നെ പഠിപ്പിച്ച സാറാണ്. പക്ഷെ അതിലുപരി സാറ് എന്താ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ നിലയ്ക്കും എന്നെ ഒരുപാട് അടുത്തറിയുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് സാറ് പറയുന്നു, സാധാരണ ഒരു ഗവൺമെൻറ് ജോലി എന്നതിലപ്പുറം എനിക്ക് എന്നെ തന്നെ ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നൊരു രീതിക്കുള്ളത് ഈ ഒരു സിവിൽ സർവീസിലോട്ട് വന്നാൽ സാധിക്കുമെന്ന് സാർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എന്നോട് എപ്പോഴും പറയായിരുന്നു ഇതിലോട്ട് വരണമെന്നൊക്കെ. പക്ഷെ എല്ലാവരും സിവിൽ സർവീസ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതന്നെയായിരുന്നു എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും പറ്റാത്തൊരു കാര്യമാണ് എന്ന് അന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് സീരിയസ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പലപ്പോഴും പല ആഗ്രഹങ്ങളായിരുന്നു. ഞാനിവിടെ ഞങ്ങൾ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും പഠിപ്പിച്ചത് ആയിഷ ടീച്ചറായിരുന്നു. അങ്ങനെ അന്ന് ആയിഷ ടീച്ചറെ കണ്ടിട്ട് എനിക്ക് ടീച്ചറാവണം എന്നായിരുന്നു അന്നൊക്കെ എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ 7ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ നെസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇങ്ങനെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന, ഇതുപോലെയുള്ള ആൾക്കാർ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ NIT-യിലുള്ള കുട്ടികളാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ അന്ന് നമുക്കറിയാം, ചെറിയ മക്കൾ നമ്മളെപ്പോലുള്ളവർക്ക് ടെക്നോളജി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എന്നെ പഠിപ്പിച്ച ചേട്ടന്മാർ പറഞ്ഞു, നീ NIT-യിലോട്ട് വരണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എടുക്കണം, നിനക്ക് അത് നല്ലൊരു ഭാവിയുണ്ട് എന്നാണ് പറഞ്ഞു. അതിനുശേഷം എൻ്റെ ആഗ്രഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെന്നായിരുന്നു. കാരണം ഞാനും തന്നെ വിചാരിച്ചു എന്നെക്കൊണ്ട് എനിക്കിങ്ങനെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ജോലി എന്നതിലേക്ക് ഞാൻ വിചാരിച്ചതായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയായിരുന്നു ഞാൻ പിന്നീട് +2 സയൻസ് ഒക്കെ എടുത്തു. പക്ഷേ എനിക്ക് ഈ JEE എക്സാമോ കീം എക്സാമോ എഴുതാൻ പറ്റിയില്ല. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്വപ്നങ്ങളൊക്കെ തീർന്നു പോയി എന്ന് വിചാരിച്ചു. പിന്നെ സയൻസ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നത്. ഡിഗ്രി ഞാൻ കൊയിലാണ്ടി SNDP കോളേജിലായിരുന്നു പഠിച്ചത്. ആ സമയത്തൊന്നും സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേക ഒരു എയിമോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു ജോലി വേണം എന്നുള്ളതൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ ലോകം ഒന്നുകൂടെ ചുരുങ്ങിപ്പോയി. വീട്, കോളേജ്, സ്കൂൾ എന്നുള്ളത് വെറും വീട്ടിലോട്ടായിപ്പോയി.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു